ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചന പഠനത്തിലേക്ക് പ്രത്യേകമായിട്ട് എല്ലാവരെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കർത്താവിൻ്റെ വചനത്തെക്കുറിച്ചുള്ള ആഴമായ ബോധ്യങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. സംഖ്യയുടെ പുസ്തകത്തിൻ്റെ യാത്രാ വിവരണത്തെക്കുറിച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 15-ാം അധ്യായം 22-ാമത്തെ തിരുവചനം മുതൽ 19-ാം അധ്യായം 1-ാമത്തെ തിരുവചനം വരെയുള്ള ഒരു യാത്രാ വിവരണവും 1-ാമത്തെ ഫേസും, സംഖ്യയുടെ പുസ്തകം 10-ാമത്തെ അധ്യായം മുതൽ തുടർന്ന് വരുന്ന ഭാഗങ്ങളെല്ലാം 2-ാമത്തെ ഫേസ്, ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായം വരെ വരുന്നത് 2-ാമത്തെ ഫേസുമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതേ ചിന്തകൾ തന്നെയാണ് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോവുക. സംഖ്യയുടെ പുസ്തകത്തിലെ ഇസ്രായേൽ ജനതയുടെ ജീവിതയാത്ര, അവിടെ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, മോശ എപ്രകാരമാണ് തൻ്റെ ദൗത്യം അതിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്നത്, മോശയെ എങ്ങനെയാണ് കർത്താവ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് അവരോധിക്കുന്നത്, അഹറോനെ കർത്താവ് അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ എപ്രകാരമാണ് പൂർണ്ണതയുള്ളതാക്കി മാറ്റുന്നത്, മറ്റുള്ളവരുടെ മുമ്പിൽ മോശയ്ക്കും അഹറോനുമുള്ള സ്ഥാനം എന്താണ്, ഇതെല്ലാമാണ് സംഖ്യയുടെ പുസ്തകത്തിൻ്റെ 11 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളുടെ പ്രധാനപ്പെട്ട പ്രമേയമായിട്ട് നിന്നത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തുടർന്ന് വരുന്ന വചനഭാഗങ്ങളാണ്. പ്രത്യേകിച്ച് 18-19 അധ്യായങ്ങൾ അത് ഏതാനും നിയമങ്ങളെക്കുറിച്ചുള്ള അധ്യായങ്ങളാണ്. ഈ നിയമങ്ങൾ സംഖ്യയുടെ പുസ്തകത്തിലെ നിയമങ്ങൾ എന്നാണ് സാധാരണയായിട്ട് വിശേഷിപ്പിക്കുന്നതെങ്കിലും ലേവ്യരുടെ പുസ്തകത്തിലെ നിയമസംഹിതകളുമായി ഒട്ടേറെ ബന്ധമുണ്ട്. പ്രത്യേകമായി ഈ പുസ്തകത്തിലെ ഈ അധ്യായങ്ങളിൽ പ്രതിപാദിക്കുന്ന നിയമസംഹിതകൾ ലേവ്യരുടെ പുസ്തകത്തിനെക്കുറിച്ചുള്ള താരതമ്യമുണ്ടെങ്കിലും വളരെ പ്രത്യേകമായി പുരോഹിതന്റെ ധർമ്മങ്ങളും അതുപോലെ തന്നെ ലേവായന്റെ ധർമ്മങ്ങളും പ്രത്യേകം എടുത്ത് പ്രതിപാദിക്കുന്ന ഒരു തിരുവചന ഭാഗമാണ് ഇത്. നമ്മൾ വിചാരിക്കും, എന്തിനാണ് ഇപ്രകാരം ഇങ്ങനെ എടുത്ത് പ്രതിപാദിക്കുക? തൊട്ടു മുമ്പ് നമ്മൾ കണ്ട 16-17 അധ്യായങ്ങളിൽ നമ്മൾ കണ്ടത് കൊറാഹിന്റെയും ദാഥാന്റെയും അബിറാമിന്റെയും ജീവിത കഥകളെ കുറിച്ചാണ്. അഹറോന്റെ പൗരോഹിത്യത്തിനെതിരായി അവർ സംസാരിക്കുകയും ഞങ്ങൾക്കും പൗരോഹിത്യമുണ്ട് എന്ന് പറഞ്ഞ് അഹറോന്റെ പൗരോഹിത്യത്തെ ചെറുതായി കാണിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അഹറോൻ ആരാണെന്നും അതുപോലെ തന്നെ മറ്റു പുരോഹിതരാരാണെന്നുമുള്ള അതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കേണ്ടത് പ്രധാനമായിട്ടും മോശയുടെ ഒരു പ്രധാനപ്പെട്ട ധർമ്മമായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഈ പുസ്തകത്തിൽ അബിറാമിന്റെയും അതുപോലെ തന്നെ ദാത്താന്റെയും കൊറാഹിന്റെയും ഒക്കെ സംഭവങ്ങൾ പറഞ്ഞതിന് ശേഷം പൗരോഹിത്യത്തെക്കുറിച്ചും ലേവായനെക്കുറിച്ചും പൗരോഹിത്യ ധർമ്മത്തെക്കുറിച്ചും ലേവായന്റെ പ്രത്യേകതകളെക്കുറിച്ചും എപ്രകാരമാണ് ഒരാൾ അശുദ്ധനാക്കപ്പെടുന്നതെന്നും എപ്രകാരമാണ് ഒരാൾ ശുദ്ധനാക്കപ്പെടുന്നതെന്നും ഒക്കെയുള്ള നിയമങ്ങളെക്കുറിച്ച് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രമേയം, ദേവാലയത്തിന്റെ തിരശീലയ്ക്കുള്ളിൽ പുരോഹിതൻ മാത്രം പ്രവേശിക്കണം. അതായത് ലേവ്യര് എന്ന് പറയുന്നത് എല്ലാ ലേവ്യരും പുരോഹിതരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവർക്കും ലേവ്യ പുരോഹിതനുണ്ട്, അതുപോലെ തന്നെ ലേവ്യരുണ്ട്. ലേവ്യ പുരോഹിതനും ലേവ്യരും തമ്മിൽ വ്യത്യാസമുണ്ട്. ലേവ്യ പുരോഹിതൻ പ്രധാനമായിട്ടും ലേവ്യ ഗോത്രമാണെങ്കിലും അവരുടെ ഇടയിലുള്ള പുരോഹിതന്മാർ, ആ പുരോഹിതന്മാർക്കാണ് കർത്താവിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ ലേവ്യരുടെ ഗണം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ആലയത്തിന് വെളിയിലുള്ള ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അങ്ങനെ നിയോഗിക്കപ്പെട്ടവര് ദേവാലയത്തിന്റെ തിരശീലയ്ക്കുള്ളിൽ, വാഗ്ദാന പേടകത്തിന്റെ തിരശീലയ്ക്കുള്ളിൽ പുരോഹിതൻ മാത്രം പ്രവേശിക്കണമെന്ന് 18-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ പ്രധാനമായിട്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതിപ്രകാരമാണ് വായിക്കപ്പെടുന്നത്. കർത്താവ് അഹ്റോനോട് അരുളി ചെയ്തു. 7-ാമത്തെ വാക്യം, ബലിപീഠവും തിരശീലയ്ക്ക് പിന്നിലുള്ളവയെ സംബന്ധിച്ച് പൗരോഹിത്യ ശുശ്രൂഷയെല്ലാം നീയും പുത്രന്മാരും അനുഷ്ഠിക്കണം. നിങ്ങൾ തന്നെ അത് ചെയ്യണം. പൗരോഹിത്യ ശുശ്രൂഷ നിങ്ങൾക്കുള്ള ദാനമാണ്. മറ്റാരെങ്കിലും അതിന് തുനിഞ്ഞാൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. അഹ്റോനോടും കൂട്ടരോടും പറയുകയാണ്, പുരോഹിത ശുശ്രൂഷ നിങ്ങൾക്കുള്ള ദാനമാണ് എന്ന്. അതുകൊണ്ട് ലേവ്യ പുരോഹിതൻ എപ്രകാരമായിരിക്കണം? എന്നാൽ മറ്റു ജോലികൾ ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തിന് വെളിയിലുള്ളവ ലേവ്യർ നിർവഹിക്കണം. അതുപോലെ പുരോഹിതർക്കും ലേവായർക്കുമുള്ള വിഹിതങ്ങളിലും വ്യത്യാസമുണ്ട്.
ഇവർക്കുള്ള വിഹിതങ്ങൾ പ്രത്യേകിച്ച് 18-ാം അധ്യായം 8 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ പുരോഹിതർക്ക് ഉണ്ടാകുന്ന വിഹിതങ്ങളെ കുറിച്ച് പറയുന്നു. ബലിപീഠത്തിലെ അഗ്നിയിൽ ദഹിപ്പിക്കാതെ മാറ്റിവെക്കുന്ന അതിവിശുദ്ധ വസ്തുക്കളിൽ അവർ ദൈവത്തിനായി അർപ്പിക്കപ്പെടുന്ന വഴിപാടുകൾ, ധാന്യബലികൾ, പാപപരിഹാര ബലികൾ എന്നിവ പുരോഹിതന്റെ ഓഹരിയായിരിക്കും. ഇതിനെക്കുറിച്ചെല്ലാം അടുത്ത ഒരു സെഷനിൽ, പ്രത്യേകിച്ച് ലേവ്യരുടെ പുസ്തകത്തിൽ എന്തൊക്കെയാണ് പുരോഹിതന് അവകാശപ്പെട്ടതെന്നും എന്തൊക്കെയാണ് ലേവ്യന് അവകാശപ്പെട്ടതെന്നും അവരുടെ വിഹിതങ്ങൾ എന്തൊക്കെയാണെന്നും പ്രത്യേകമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഭാഗം നമുക്ക് ലേവ്യരുടെ പുസ്തകം കാണുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ലേവ്യരുടെ വിഹിതം എന്താണ് എന്ന് 21-ാമത്തെ വാക്യം മുതൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് മനസ്സിലാക്കിയിട്ടങ്ങ് പോവാം. സമാഗമ കൂടാരത്തിൽ ലേവ്യർ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് ഇസ്രായേലിൽ നിന്ന് ലഭിക്കുന്ന ദശാംശമായിരിക്കും പ്രതിഫലം. പാപം ചെയ്ത് മരിക്കാതിരിക്കാൻ ഇസ്രായേൽ ജനം മേലിൽ സമാഗമ കൂടാരത്തെ സമീപിക്കരുത്. ലേവ്യർ സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷകൾ നിർവഹിക്കണം. തങ്ങളുടെ തെറ്റുകളുടെ ഉത്തരവാദിത്വവും അവർ നിർവഹിക്കണം. ഇത് എല്ലാ തലമുറകൾക്കും ഉള്ള വ്യവസ്ഥയാണ്. ഇസ്രായേലിൽ അവർക്ക് അവകാശം ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി സമർപ്പിക്കുന്ന ദശാംശം ലേവ്യർക്ക് അവകാശമായി ഞാൻ നൽകിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇസ്രായേലിൽ അവർക്ക് അവകാശം ഉണ്ടാകുന്നില്ല എന്ന് പറയാനുള്ള കാരണം. ലേവ്യരെ ഒരു പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നു, അതുപോലെ തന്നെ സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷ ചെയ്യുന്നു. അവരുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത് അത് ദശാംശമായിരിക്കുമെന്നും ആ അവകാശങ്ങൾ അത് ഇസ്രായേൽ ജനം കൊടുക്കേണ്ടതാണെന്നുമുള്ള ഒരു സൂചനയാണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ടാണ് ലേവ്യർക്ക് വാഗ്ദാന ദേശത്ത് അവകാശങ്ങളൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 34 അധ്യായം പഠിച്ചപ്പോൾ ദീനയുടെ മാനഹാനിയെക്കുറിച്ച് പറഞ്ഞായിരുന്നു. എങ്ങനെയാണ് ലേവ്യർക്ക് അവകാശം നിഷേധിക്കപ്പെട്ടത്? നമ്മുടെ സിമയോൻ ഗോത്രങ്ങൾക്കും ലേവി ഗോത്രങ്ങൾക്കും അവകാശം നിഷേധിക്കപ്പെട്ടത് എപ്രകാരമാണെന്നും എങ്ങനെയാണെന്നും നമ്മൾ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ അതൊക്കെ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു ഭാഗമാണെങ്കിൽ ഇതിന് ദൈവശാസ്ത്രപരമായിട്ട് ഈ വചനഭാഗത്തെ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് ലേവ്യരും പുരോഹിതരും എപ്രകാരമാണോ കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നത് അതിൻ്റെ ഓഹരി ജനത്തിൽ നിന്ന് ലഭിക്കുന്ന ദശാംശമായിരിക്കും എന്ന്. തുടർന്ന് വരുന്ന ഭാഗങ്ങൾ, പ്രത്യേകിച്ച് സംഖ്യയുടെ പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ ശുദ്ധതയെക്കുറിച്ചും അശുദ്ധതയെക്കുറിച്ചുമുള്ള വചനഭാഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം ലേവ്യരുടെ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് 5 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ ശുദ്ധതയെക്കുറിച്ചും അശുദ്ധതയെക്കുറിച്ചും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് 11 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിൽ ശുദ്ധമായതെന്തെന്നും അശുദ്ധമായതെന്തെന്നും ഒക്കെ ഉള്ള വേർതിരിവ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചെറിയ ഒരു മോഡലാണ് ഏകദേശം 19-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പം ഈ ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ വീണ്ടും ഒന്നുകൂടി നമ്മൾ കാണുന്നത് കൊണ്ട് നമ്മൾ ലേവ്യരുടെ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാം എന്ന് വിചാരിക്കുകയാണ്. നമുക്ക് നമ്മുടെ യാത്ര തുടരാം. പ്രത്യേകിച്ച് ഇസ്രായേൽ ജനം സീൻ മരുഭൂമിയിൽ എത്തുകയാണ്. അവർ യാത്ര ചെയ്ത് കാദേശ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുകയാണ്. സീനായ് മലയിൽ നിന്നുള്ള അവരുടെ യാത്ര തുടങ്ങി. ആ യാത്രയുടെ ഓരോ ഘട്ടങ്ങളിലും ദൈവമായ കർത്താവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. സിൻ മരുഭൂമിയിൽ കാദേശ് എന്ന് പറയുന്ന ദേശത്ത് ഇവരെത്തുന്ന രംഗമാണ് 20-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. ഇവിടെ ഈ അധ്യായത്തിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഒന്ന്, എന്തുകൊണ്ടാണ് മോശയ്ക്ക് ഇസ്രായേൽ ജനത്തിനെ വാഗ്ദാന ദേശത്തേക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല, എന്തുകൊണ്ടാണ് അതിന് സാധിക്കാതെ പോയത്, അതിനെക്കുറിച്ചുള്ള അതിൻ്റെ ഉത്തരം ഇവിടെ 20-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇസ്രായേൽ ജനം വാഗ്ദാന ദേശത്തേക്കുള്ള അവരുടെ യാത്ര നിർണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം കൂടിയാണ് കാദേശ് എന്ന് പറയുന്നത്. ഏത് സ്ഥലത്തൂടെ യാത്ര ചെയ്യണം? കാദേശിൽ നിന്ന് അല്പം താഴെയായിട്ടാണ് ഇറങ്ങി വരുമ്പോഴാണ് ഏദോം എന്ന് പറയുന്ന ഭാഗം കാണുന്നത്. അതിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി ഇസ്രായേൽ ജനം ഒരുങ്ങുന്നതിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും 20-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുക. അതുകൊണ്ട് 20-ാമത്തെ അധ്യായം വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അധ്യായമാണ്. ഈ 20-ാമത്തെ അധ്യായത്തിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, എന്തുകൊണ്ട് മോശയ്ക്ക് ഇസ്രായേൽ ജനതയെ
വാഗ്ദാന നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല? അതിനുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം. രണ്ടാമത്, എങ്ങനെ ഇസ്രായേൽ ജനം കാദേശിൽ നിന്ന് യാത്ര തിരിച്ചു? അതിനുള്ള ചോദ്യത്തിന് ഉത്തരം. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇവിടെ മരുഭൂമി അനുഭവത്തിൽ കാണുന്നത് പോലെ തന്നെ ഒരു പ്രത്യേക അനുഭവമാണ് നമ്മളിവിടെ കാണുന്നത്. പാറയിൽ നിന്ന് ഇസ്രായേൽ ജനം യാത്ര ചെയ്തപ്പോൾ സിൻ മരുഭൂമിയിലെത്തി. അവർ കാദേശ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ അവർക്ക് വെള്ളം ലഭിച്ചില്ല. ഇതാണ് പ്രധാനപ്പെട്ട പ്രമേയമായിട്ട് നിൽക്കുക. നമ്മൾ കണ്ടു, പുറപ്പാടിന്റെ പുസ്തകം 15-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിലും സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായത്തിലും ഒക്കെ അവർക്ക് വെള്ളം ലഭിച്ചില്ല എന്നതിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് മാസായും മെരീബായും മാറായും എന്ന് തുടങ്ങിയ പേരുകൾ കടന്നു വന്നതെന്നും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ കണ്ടു. ഇവിടെ പറയുന്നത് അവർക്ക് വെള്ളം ലഭിച്ചില്ല. അടുത്ത രംഗം നമുക്കൊക്കെ അറിയാം, കൃത്യമായിട്ടറിയാം. അവർ മോശയ്ക്കും അഹ്റോനുമെതിരെ ഒരുമിച്ച് കൂടി മോശയോട് എതിർത്തു പറഞ്ഞു, ഞങ്ങളുടെ സഹോദരങ്ങൾ കർത്താവിന് മുമ്പിൽ മരിച്ചു വീണപ്പോൾ ഞങ്ങളും മരിച്ചിരുന്നെങ്കിൽ. ഇങ്ങനെ പല പ്രാവശ്യം എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. ഇസ്രായേൽ ജനത്തിന് കുടിക്കാൻ വെള്ളം പോലും കിട്ടുന്നില്ല, അവർ മരണത്തിലേക്ക് പോവുകയാണ്. ഇങ്ങനെയുള്ള ആകുലതകൾ, ജനത്തിന്റെ ആകുലതകൾ മുഴുവനും മോശയുടെയും അഹ്റോന്റെയും മുമ്പിൽ ഇസ്രായേൽ ജനം നിരത്തി വെക്കുകയാണ്. സാധാരണ ചെയ്യുന്നത് പോലെ മോശ സാധാരണ ചെയ്യുന്നത് മറ്റ് എപ്പിസോഡുകളിലൊക്കെ നമ്മൾ കണ്ടത് ഇപ്രകാരമായിരുന്നു. ഇങ്ങനെ മോശയ്ക്കും അഹ്റോനും എതിരെ പിറുപിറുക്കുന്ന ജനത്തിന്റെ രോദനം കേട്ട് മോശ നേരെ കർത്താവിൻ്റെ മലയിലേക്ക് പോയി പ്രാർത്ഥിക്കും. കർത്താവെ, നീ എന്തെങ്കിലും ചെയ്യണമേ, അവർക്ക് വെള്ളമില്ല. ദൈവം അവർക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കും. ഇതായിരുന്നു സാധാരണ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രധാനപ്പെട്ട പ്രമേയം കടന്നു വരികയാണ്. 7-ാമത്തെ വാക്യം, കർത്താവ് മോശയോട് അരുളി ചെയ്തു, നിന്റെ വടി കയ്യിലെടുക്കുക, നീയും നിന്റെ സഹോദരൻ അഹ്റോനും കൂടി സമൂഹത്തെ വിളിച്ചുകൂട്ടി വെള്ളം പുറപ്പെടുവിക്കാൻ അവരുടെ മുമ്പിൽ വെച്ച് പാറയോട് ആജ്ഞാപിക്കുക. പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിന് മൃഗങ്ങൾക്ക് കൊടുക്കുക. കൽപ്പനനുസരിച്ച് മോശ കർത്താവിന്റെ മുമ്പിൽ നിന്ന് വടിയെടുത്തു. എന്നിട്ട് നടക്കുന്ന സംഭവമാണ് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നത്. കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞു നീ എന്തൊക്കെ ചെയ്യണമെന്ന്. എന്നാൽ മോശ ഇവിടെ ചെയ്യുന്നത് എന്താണ്? ജനത്തെ എല്ലാം ഒരുമിച്ച് കൂട്ടി പാറയുടെ മുമ്പിൽ നിന്ന് മോശ പറയുകയാണ്, ധിക്കാരികളെ കേൾക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി ഈ പാറയിൽ നിന്ന് ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണമോ? ഇത് നോക്കിക്കുക, അതൊരു വലിയ ചോദ്യമായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കണമോ? ഇത്രയും നാളും ആരാണ് വെള്ളം പുറപ്പെടുവിച്ചത്? യഹോവയാകുന്ന ദൈവമാണ് വെള്ളം പുറപ്പെടുവിച്ചത്. ഇപ്പോൾ യഹോവയുടെ സ്ഥാനം മോശ ഏറ്റെടുക്കുകയാണ്. ഉടനെ പറയുകയാണ്, ധിക്കാരികളെ, ഇസ്രായേൽ ജനതയെ നോക്കിക്കൊണ്ട് പറയുകയാണ്, എൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ എന്ന് ദൈവം വിശേഷിപ്പിച്ച ജനത്തെ മോശ ധിക്കാരികളെ എന്ന് വിളിച്ചുകൊണ്ട് അധിക്ഷേപിക്കുകയും അതുവഴിയായി കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുകയും കർത്താവ് കൽപ്പിച്ചതുപോലെ ചെയ്യാതെ സ്വന്തം അഹങ്കാരവും ഗർവവും ഉപയോഗിച്ചുകൊണ്ട് പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുവാൻ വേണ്ടി പാറമേൽ അടിക്കുകയും ചെയ്ത ഒരു പ്രത്യേക ഒരു സാഹചര്യത്തെയാണ് പ്രധാനമായിട്ടും ഇവിടെ സൂചിപ്പിക്കുക. ഇപ്രകാരം ദൈവത്തോട് മോശ മറുതലിച്ചതുകൊണ്ട് വാഗ്ദാന ദേശത്തേക്കുള്ള ഇസ്രായേൽ ജനതയെ നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്ന് വിശുദ്ധ ഗ്രന്ഥകാരൻ പറയുകയാണ്. അതാണ് ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ഇതാണ്, എങ്ങനെയാണ് ഇസ്രായേൽ ജനത വാഗ്ദാന ദേശത്തേക്ക് കാദേശിൽ നിന്ന് പോകുന്നത്? അവിടെ നമ്മൾ കാണുന്നത് കാദേശിൽ നിന്ന് പോകുന്നത് എപ്രകാരമാണ്? കാദേശിൽ നിന്ന് പല രീതിയിൽ യാത്ര ചെയ്യാം. മാപ്പ് എടുത്ത് നോക്കിക്കഴിയുമ്പോൾ മാപ്പിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാദേശ് ഒരു ഉയർന്ന സ്ഥലമാണ്. അവിടെ നിന്ന് പല രീതിയിൽ നമുക്ക് യാത്ര ചെയ്യാം. പക്ഷേ ഏദോം എന്ന പ്രവിശ്യയിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോശയും ഇസ്രായേലിനും തീരുമാനിക്കുക. അതുകൊണ്ട് ഏദോം എന്ന് പറയുന്ന ആ ദേശത്തിലുള്ള രാജാക്കന്മാരെ വിളിച്ചിട്ട് രാജാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു, നിന്റെ സഹോദരനായ യാക്കോബിന്റെ മക്കൾ ഇതാ തിരിച്ച് വാഗ്ദാന ദേശത്തേക്ക് വരുന്നു. അതുകൊണ്ട് നിന്റെ ദേശത്തുകൂടി ഏദോം എന്ന് പറയുന്ന ദേശത്തുകൂടി യാത്ര ചെയ്യാൻ നീ ഞങ്ങളെ അനുവദിക്കണം. ഏദോമിലെ രാജാക്കന്മാര് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറഞ്ഞു, പറ്റില്ല,
എൻ്റെ ഈ പ്രദേശത്തൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വഴിമുടക്കുന്ന ഏദോമിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഇസ്രായേൽ ജനം ഏദോമിൻ്റെ ബോർഡറിൽ കൂടെ കടന്ന് മോവാബ് ദേശത്തേക്ക് എത്തുന്ന രംഗമാണ് ഇനിയുള്ള വചനഭാഗങ്ങളിലൂടെ നമ്മൾ കാണുക. അതുകൊണ്ട് രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ടും നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ഇസ്രായേൽ ജനം വാഗ്ദാന ദേശത്തേക്ക് കാദേശിൽ നിന്ന് പുറപ്പെടുന്നത്. അതിനുശേഷം കടന്നു വരുന്ന ഒരു വചനഭാഗമാണ് പ്രത്യേകിച്ച് 22 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത് അഹ്റോന്റെ മരണത്തെ സൂചിപ്പിക്കുകയാണ്. എന്താണ് അഹ്റോൻ, എന്തുകൊണ്ടാണ് അഹ്റോൻ മരിക്കാനിടയായതിൻ്റെ കാരണം? ദൈവത്തോട് മറുതലിച്ച് നിന്ന മോശയും അഹ്റോനെയും കുറിച്ച് തൊട്ടു മുമ്പ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. അപ്രകാരം മോശയും അഹ്റോനും ദൈവത്തോട് മറുതലിച്ചതുകൊണ്ട് അഹ്റോൻ മരിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം മരിക്കുന്ന സ്ഥലം ഏദോം എന്ന് പറയുന്ന ദേശത്താണ്. അദ്ദേഹത്തെ അടക്കിയിരിക്കുന്ന സ്ഥലം സൈർ എന്ന് പറയുന്ന മലയിലാണ്. ഏദോം മലയും സൈർ മലയും ഒരേ മല തന്നെയാണ്. സൈർ എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം രോമമെന്നാണ്. ഏദോം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അധമ അല്ലെങ്കിൽ മണ്ണ് എന്നാണ്. ചുമന്ന മണ്ണും രോമവും അടങ്ങിയിരിക്കുന്ന ഒരു പ്രദേശത്ത് ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് സൈർ മലയെ അതിവിടെ അവതരിപ്പിച്ചിരിക്കുക. ഇതാരുടെ പ്രതീകമാണ് എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 25-ാമത്തെ അധ്യായത്തിൽ റബേക്കായുടെ പുറത്തു നിന്നും കടന്നു വരുന്ന മക്കളെക്കുറിച്ചുള്ള വിവരണത്തിൽ ആ ഒരു മകൻ, മൂത്ത മകനായ ഏസാവിൻ്റെ ശരീരം മുഴുവൻ ചുമന്നായിരുന്നെന്നും അതുപോലെ തന്നെ 27-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവന്റെ ഈ രോമം നിറഞ്ഞിരിക്കുന്ന ശരീരത്തിൽ തൊട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രീതി ജനിപ്പിക്കുമാറ് ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കുന്ന രംഗങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഏസാവ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ രൂപവും ഭാവവും അടങ്ങിയിരിക്കുന്നത് ചുമന്ന മനുഷ്യനെന്നും അതുപോലെ തന്നെ രോമമുള്ളവനെന്നുമാണ്. ആ രോമമുള്ള മനുഷ്യൻ്റെ പേരാണ് സൈർ എന്ന് പറയുന്ന മലയിൽ പ്രത്യേകമായിട്ട് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സൈർ മലയും ഏദോം മലയും ഒന്നാണ്. ഏസാവിൻ്റെ ഗണങ്ങളാണ് ഈ സൈർ മലയിൽ അല്ലെങ്കിൽ ഏദോം മലയിൽ ഉള്ളത്. ഏദോം മല പിന്നീട് ഏദോമിനെ ശപിക്കുന്ന രംഗങ്ങളൊക്കെ ഓബദ്യായുടെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. ചരിത്ര പുസ്തകങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏദോം ഇസ്രായേലിനെതിരെ, ജൂദാദേശത്തിനെതിരെ ചെയ്യുന്ന കഠിനമായിട്ടുള്ള പാപങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ വഞ്ചിക്കുന്ന സാഹചര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ജൂദാദേശം നെബൂഖദ്നേസർ രാജാവിൻ്റെ പിടിയിലമരുന്ന കാലഘട്ടത്തിൽ ജൂദാദേശത്ത് നിന്ന് ഒളിച്ചോടി ജെറീക്കോയിലേക്ക് ഒളിച്ചോടി പോകുന്ന സെദക്കിയ രാജാവിനെ വഴിയിൽ വെച്ച് ഏദോംകാർ നെബൂഖദ്നേസർ രാജാവിനോട് പറഞ്ഞു, ഇതാ പോകുന്നു ജൂദായുടെ രാജാവ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞുകൊണ്ട്, ആ ഏദോംകാർ പറഞ്ഞതുകൊണ്ട് ഈ നെബൂഖദ്നേസർ രാജാവ് ജെറീക്കോയിൽ വെച്ച് സെദക്കിയായെ പിടികൂടുകയും കൈ രണ്ടും ബന്ധിച്ച് കണ്ണ് ചുഴിഞ്ഞെടുത്ത് ബാബിലോണിലേക്ക് നാട് കടത്തപ്പെടുകയും ചെയ്തു. ഇങ്ങനെ ഉള്ള ക്രോധങ്ങൾ, ഇങ്ങനെയുള്ള തെറ്റുകൾ യഥാർത്ഥത്തിൽ ഏദോം ചെയ്തതുകൊണ്ട് ഏദോം ശപിക്കപ്പെട്ടതായിട്ട് മാറുമെന്ന് ഉപദ്യായുടെ പുസ്തകത്തിൻ്റെ 15-ാമത്തെ വാക്യം മുതൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പറയുന്നത് ഇപ്രകാരമാണ്. ഉപദ്യ പറയുന്നത് ഏദോം ശപിക്കപ്പെട്ടതായിരിക്കും. ഏദോമിലൂടെ തിരിച്ച് യൂദാദേശം ഏദോമിലൂടെ തിരിച്ചു വരും, ഏദോമിനെ ചവിട്ടിമെതിക്കും. അങ്ങനെ 313 BC-യിൽ നബത്തേൻ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ഏദോം എന്ന് പറയുന്ന ദേശത്തേക്ക് വന്ന് അതിനെ കൈയടക്കി ഭരിച്ചു. അതാണ് ഇപ്പോഴും. പിൽക്കാലങ്ങളിൽ ആ നബത്തേൻ രാജകുടുംബം ഉണ്ടായിരുന്നു. പിൽക്കാലങ്ങളിൽ അത് ഈ സ്ഥലം പേത്ര എന്ന പേരിൽ അറിയപ്പെട്ടു. അങ്ങനെയാണ് ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായ പേത്ര, ജോർദാനിലെ പേത്ര എന്ന് പറയുന്ന അത്ഭുതം ഇന്നും വളരെ ആളുകൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് പ്രധാനമായിട്ടും ഏദോമിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രമേയമായിട്ട് നിൽക്കുക. അതുപോലെ തന്നെ അഹ്റോൻ മരിച്ചു വീഴുന്നത് പ്രധാനമായിട്ടും ആദ്യം ചെയ്ത പാപത്തിന് ഫലമായിട്ടാണെന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇനിയുള്ള ഭാഗം, ഇസ്രായേൽ ജനം കാദേശിൽ നിന്ന് പുറപ്പെട്ട് ഹോർമലയിലെത്തി. ഏദോം രാജാതിർത്തിയിലെ ഹോർമലയിൽ വെച്ച് കർത്താവ് മോശയോടും അഹ്റോനും ഹോർമലയിലേക്ക് വന്നു. അവിടെയാണ് സൈർമല കാണുന്നത്. അങ്ങനെ സൈർമലയിൽ അഹ്റോനെ അടക്കം ചെയ്തതിന് ശേഷം അവർ അത്തറീം വഴി വരുന്നു. അത്തറീം എന്ന് പറയുന്ന പ്രദേശത്തൂടെ കടന്നു വരികയാണ്.
അവിടെ അറാദ് എന്ന് പറയുന്ന ഒരു ദേശമുണ്ട്. ഇന്നും ആ ദേശം അവിടെ ഉണ്ട് എന്നുള്ള കാര്യമാണ്. തെല്ല അറാദ് എന്ന് പറയുന്ന ഒരു പ്രദേശം ആർക്കിയോളജി നടത്തുന്ന ഒരു പ്രദേശമാണ്. കാനാന്യരുടെ ഇടയിലുണ്ടായിരുന്ന ആ ബലിപീഠം ഉണ്ടായിരുന്ന സ്ഥലമാണ് തെൽ അറാദ് എന്ന് പറയുന്ന പ്രദേശം. ഇന്നും നമുക്ക് കാണാൻ സാധിക്കും കാനാൻകാരുടെ ഇടയിലുണ്ടായിരുന്ന ബലിപീഠത്തിൻ്റെ ഒരു അവശിഷ്ടം അവിടെ ഉണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ യാത്ര ചെയ്യുകയാണ്. അറാദ് എന്ന് പറയുന്ന ദേശത്തൂടെ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവർ മൊവാബിനെ ലക്ഷ്യമാക്കി, ഏദോമിൻ്റെ ബോർഡറിലൂടെ മൊവാബിനെ ലക്ഷ്യമാക്കി ഇവർ യാത്ര ചെയ്യുന്ന ഒരു സംഭവത്തെയാണ് 21 മുതൽ ഉള്ള വചനഭാഗങ്ങളിൽ കാണുന്നത്. പ്രത്യേകിച്ച് 21, 22, 23, 24 തുടങ്ങിയ വചനഭാഗങ്ങളിൽ മൊവാബ് ദേശത്തേക്ക് ഇവരെത്തിയതിൻ്റെ സൂചനകൾ നൽകുന്ന ഭാഗമാണ്. പ്രത്യേകമായിട്ട് നമ്മൾ നോക്കുന്നത് ഇവിടെ കാണുന്ന 21-ാമത്തെ അധ്യായത്തിൽ കാണുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്? അറാദ് എന്ന് പറയുന്ന ദേശത്ത് കാനാൻ രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം അറാദ് എന്ന് പറയുന്ന ദേശത്ത് വെച്ച് നടത്തിയ ആക്രമണവും അതുവഴിയായി ഇസ്രായേൽ ജനത കർത്താവിനോട് അപേക്ഷിക്കുകയും കർത്താവ് ആ ദേശം ഇസ്രായേൽക്കാർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്ത സംഭവങ്ങളെ ഒക്കെ ഇവിടെ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇനിയുള്ള യാത്രയുടെ വിവരണം നമ്മൾ മനസ്സിലാക്കുമ്പോൾ എങ്ങനെ ദൈവമായ കർത്താവ് ഇസ്രായേലിനെ രക്ഷിച്ചെന്നും, എന്നാൽ ദൈവത്തിൽ നിന്ന് അകന്ന്, കർത്താവിനോട് ഉള്ള ബന്ധത്തിൽ നിന്ന് അകന്ന് തന്നിഷ്ടം പോലെ പ്രവർത്തിച്ചതുകൊണ്ട് ഇസ്രായേൽക്കാർക്ക് ഈ മരുഭൂമിയിൽ മരിച്ചു വീഴാനിടയായി എന്നുമുള്ള സൂചനകൾ നൽകുന്ന ഭാഗമാണ് ഇനി മനസ്സിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ യാത്ര കൂടുതൽ ദുഷ്കരമായിട്ട് മാറുന്ന രംഗങ്ങളാണ് ഈ തിരുവചന ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണുന്നത്. അതുകൊണ്ട് ഈ തിരുവചന ഭാഗങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ, പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ ദുഷ്കരമായ യാത്രകളിലൂടെ കടന്നു വരുമ്പോൾ, ധാരാളം പേര് മരിച്ചു വീഴുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു വരുമ്പോൾ നമ്മൾക്ക് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ടത്, ദൈവത്തോട് മറുതലിക്കാതെ അവിടുത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജനതയെ ദൈവമായ കർത്താവ് ഒരുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മളിലൂടെ ഒരുക്കുന്നു. വചനം വായിക്കുന്നതിലൂടെ, വചനം ധ്യാനിക്കുന്നതിലൂടെ, വിശുദ്ധ കുർബാനയുടെ ആഘോഷങ്ങളിലൂടെ യഥാർത്ഥ ദൈവിക സ്നേഹത്തിലേക്ക്, ദൈവത്തിൻ്റെ കരുണയിലേക്ക്, ദൈവത്തിൻ്റെ സംരക്ഷണയിലേക്ക് നമ്മൾ വളരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കുക, അവിടുത്തെ മുമ്പിൽ വിനീതനായിട്ട് നിൽക്കുക, ഈ ഒരു വലിയൊരു മനോഭാവമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് എന്ന് ഈ കഴിഞ്ഞുപോയ തിരുവചന ഭാഗങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ വചനഭാവം വായിക്കാനും കർത്താവിനോട് ചേർന്ന് നിന്ന് ജീവിക്കുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ജീവൻ നൽകും വചനം, ജ്ഞാനം നൽകും വചനം.